സലോൺ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി നൽകി. ഓരോ ദിവസവും നമ്മൾ എണ്ണി ചിലവഴിക്കാൻ കടപ്പെട്ടവരാണല്ലോ. കർത്താവ് നൽകുന്ന ദിവസങ്ങളും സമയങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വിലപ്പെട്ടതാ. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള വളരെ ക്ഷണികമായ സമയങ്ങൾ മാത്രം. കർത്താവ് പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എത്ര ഗഹനമായി പഠിക്കുകയും അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വരുത്തുകയും ചെയ്യാൻ നമുക്ക് കടപ്പാടുണ്ട്. നമ്മുടെ ദൈവമക്കളെന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. അപ്പം ഇന്ന് ഞാൻ വിശുദ്ധന്മാരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വീണ്ടെടുപ്പ് എന്ന കാര്യമാണ്. വീണ്ടെടുപ്പ്. നമ്മൾ ഇന്നലെ ശുദ്ധീകരണം എന്നുള്ളതാണല്ലോ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ എന്ന് ഒരു പാട്ടുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാണ്. വീണ്ടും ജനിച്ചവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. വീണ്ടെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നഷ്ടപ്പെട്ടതിനെ വീണ്ടും പ്രാപിക്കുന്നതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടതിനെ വീണ്ടും പ്രാപിക്കുന്നതിനെയാണ് വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പാപം മൂലം ദൈവ സംസ്കൃതത്തിൽ നിന്നും വീണുപോയ മനുഷ്യനെ ഒരു വീണ്ടെടുപ്പ് വഴിയല്ലാതെ ദൈവസന്നിധിയിലേക്ക് മടക്കി വരുത്തുവാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പാപം മൂലം ദൈവത്തിന് അകന്നുപോയി, ദൈവത്തിന് ഒരു വിധത്തിൽ നഷ്ടപ്പെട്ടവരായി തീർന്നു. അങ്ങനെയുള്ളവരെ വീണ്ടെടുക്കുന്ന ആ പ്രക്രിയ, അതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചവരെല്ലാവരും യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ ഒരിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ജനനം മുതൽ തന്നെ നമ്മൾ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമ എന്ന ദൈവത്തിൻ്റെ വചനം. യഹൂദന്മാർ ഞങ്ങൾ ഒരിക്കലും അടിമയായിരുന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. യോഹന്നാൻ 8:34. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാവുന്നു. അപ്പോൾ പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. അപ്പോൾ നമുക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിത്തീർന്നു. അങ്ങനെ പാപിയായിത്തീർന്ന മനുഷ്യനെ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം വീണ്ടെടുക്കുവാനായിട്ട് പദ്ധതി ഒരുക്കി. പൗലോസ്ലീഹ പോലും പറയുന്നുണ്ട്, റോമാലേഖനം 7:14, ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് ഈ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം ഇതിനെക്കുറിച്ച് വളരെ ആഴമായി പറയുന്ന ലേഖനമാണല്ലോ. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യം. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, എന്നാൽ നമ്മളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നമ്മൾ എന്ത് ചെയ്തെന്ന ഹൃദയപൂർവ്വം അനുസരിച്ചു, പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ നീതിമാന്മാരാണ്. നീതിക്ക് നമ്മൾ പാത്രമായി തീർന്നു, നീതിയുടെ പാത്രമായി തീർന്നു, നീതിക്ക് ദാസന്മാരായി തീർന്നു എന്നാ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. വളരെ വിലപ്പെട്ട കാര്യമല്ലേ? നമുക്ക് ലഭിച്ച രക്ഷ, അതിന്റെ മഹാത്മ്യമൊക്കെ എത്ര വലുതാ. വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അത് നമ്മളെ എത്രമാത്രം ശ്രേഷ്ഠമായ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വീണ്ടെടുത്തു, കർത്താവിന്റെ വീണ്ടെടുപ്പിന് വേലയെ നമ്മൾ വിശ്വാസത്താൽ അംഗീകരിച്ചു എന്നുള്ളതാണ്
നമുക്ക് ഈ രക്ഷയ്ക്ക് അല്ലെങ്കിൽ പാപത്തിന്റെ ദാസത്വത്തിൽ നിന്നും ഉള്ള വിടുതലിന് കാരണമായി തീർന്നത്. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ സങ്കീർത്തനത്തില് 49-ാം സങ്കീർത്തനം അതിൻ്റെ 49-ാം സങ്കീർത്തനത്തിന്റെ 7-8 വാക്യം വായിക്കുമ്പോൾ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. ഉണ്ടോ? അത് ഒരു ഭയങ്കര കാര്യമല്ലേ? നമ്മൾ ചിന്തിക്കുക, അവനെ വീണ്ടെടുക്കാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. കാരണം ഒരാത്മാവിന്റെ വില എന്ന് പറയുന്നത് ഈ മുഴു ലോകത്തെക്കാളും അപ്പുറമാണ്, വലുതാണ്. അപ്പോൾ ഒരിക്കലും മനുഷ്യന് തന്റെ വീണ്ടെടുപ്പ് വില കൊടുത്ത് ഈ വീണ്ടെടുപ്പ് സാധിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ചിന്തിക്കുക, ഈ അസാധ്യമായ കാര്യത്തെ ദൈവം നമുക്ക് സാധ്യമാക്കി തന്നു. ഈ അസാധ്യമായ കാര്യത്തെ ദൈവം നമുക്ക് സാധ്യമാക്കി തന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ നമ്മളോടുള്ള സ്നേഹവും കരുണയും കരുതലും നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് ചെയ്ത പ്രവർത്തികളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ എത്ര ഭയങ്കരമാണ്. കാരണം ഈ പഴയ നിയമത്തിൽ വീണ്ടെടുക്കുവാനുള്ള ചില വ്യവസ്ഥയുണ്ട്. ആ വീണ്ടെടുപ്പുകാരന് ആ വീണ്ടെടുപ്പുകാരൻ അവന്റെ ചാർച്ചക്കാരനായിരിക്കണം, അല്ലെങ്കിൽ അവന്റെ അടുത്ത ബന്ധുവായിരിക്കണം. 2, അവൻ സമ്പന്നനായിരിക്കണം, വലിയ വീണ്ടെടുക്കാൻ തക്കവണ്ണമുള്ള സമ്പത്ത് അല്ലെങ്കിൽ അതിനുള്ള പ്രാഗൽഭ്യം കഴിവുള്ളവനായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് വീണ്ടെടുക്കാൻ പറ്റുമെന്നാണ് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം അതിൻ്റെ 25-ാം അധ്യായം, ലേവ്യ പുസ്തകം 25-ാം അധ്യായം 25-ന്റെ 25-ാം വാക്യം, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ആർക്കാണ് അതിന് അധികാരമുള്ളത്? അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് അത് വീണ്ടുകൊള്ളാം. അപ്പം മാനവകുലത്തിൽ ഒരു അടുത്ത ചാർച്ചക്കാരനായിട്ട് മനുഷ്യനെ വീണ്ടെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരുമില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു വീണ്ടെടുപ്പ് സാധിക്കുക? ഈ വീണ്ടെടുപ്പിന്റെ ഒരു നല്ല ചിത്രം നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. രൂത്തിനോടുള്ള ബന്ധത്തിൽ അതിന്റെ ഒരു നല്ല ചിത്രം രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം. നമുക്ക് രൂത്തിന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നവോമിക്ക് തന്റെ ഭർത്താവായ എലിമേലെക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. ഉണ്ടോ? നവോമിക്ക് തന്റെ കുടുംബത്തിൽ, എലിമേലെക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അവന്റെ പേരാ ബോവസ്. അപ്പോൾ ഈ ബോവസ് അവളുടെ രൂത്തിന്റെ വീണ്ടെടുപ്പുകാരനായി തീരുന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ, ജീവനുള്ളവനോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. ഇത് നവോമി ബോവസിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുകയാണ്. അപ്പം ബോവസ് രൂത്തിനെ വീണ്ടെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ബോവസ് പറയുന്നത് അതിനേക്കാളും അടുത്തൊരു ചർച്ചക്കാരൻ വേറൊരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കഴിയുന്നില്ല എങ്കിൽ പിന്നെ അടുത്ത സ്ഥാനം എനിക്കാം എന്ന് പറയുന്നുണ്ട്. നമ്മളതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 4-ാം അധ്യായം 5 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് കാണാം. ഞാനൊന്ന് വായിക്കാം. അതിനവൻ ഞാൻ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ്, നീ നവമയോട് വയൽ വാങ്ങുന്ന നാളിൽ
മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. അതിന് വീണ്ടെടുപ്പുകാരൻ, എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല, എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക, എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രയേലിൽ പണ്ട് നടപ്പായിരുന്നു. ഇതായിരുന്നു ഇസ്രയേലിൽ ഉറപ്പാക്കുന്ന വിധം. അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട്, നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തന്റെ ചെരുപ്പൂരി കൊടുത്തു. അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത്, എലീമേലെക്കിനുള്ളതൊക്കെയും കില്യോനും മഹളോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അത്രയുമല്ല, മരിച്ചവന്റെ പേർ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും അവന്റെ പട്ടണവാതിക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹളോന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അതിന് പട്ടണവാതിക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. അപ്പോൾ ഇവിടെ എഫ്രാത്തയിൽ നീ പ്രബലനും ബത്ലഹേമിൽ വിശ്രുതനുമായിരിക്കുക എന്നുള്ള ഒരു ആശീർവാദം അവിടെയുള്ള മൂപ്പന്മാര് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ വീണ്ടെടുപ്പ് എന്നത് നമുക്ക് അറിയാം. അടുത്ത ചാർച്ചക്കാരനായ എലീമേലെക്കിന്റെ ബന്ധുവായ ബോവസ് അത് ചെയ്യുന്നു. അപ്പം ബോവസിനേക്കാൾ അടുത്തൊരു ബന്ധു ഉണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹം ആ കാര്യത്തിൽ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബോവസ് അത് വീണ്ടെടുക്കുവാനായിട്ട് തയ്യാറാകുന്നത്. അപ്പൊ ആ വീണ്ടെടുപ്പിന്റെ ഒരു നല്ല ചിത്രം നമുക്ക് നിയമത്തിൽ രൂപത്തിനോടുള്ള ബന്ധത്തിൽ കാണാൻ കഴിയും. അപ്പം നമ്മളോടുള്ള ബന്ധത്തിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ കർത്താവ് നമ്മെ പോലെ നമുക്ക് സാദൃശ്യനായിട്ട് ഈ ലോകത്തിൽ വന്നു നമ്മളെ വീണ്ടെടുക്കുവാൻ. ആ പ്രമാണങ്ങളൊക്കെ എത്ര കൃത്യതയോടുകൂടിയാണ് തിരുവചനത്തിൽ നിറവേറിയതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചാർച്ചക്കാരനായിരിക്കണം, നമ്മുടെ അടുത്ത ബന്ധുവായിരിക്കണം, മഹാധനവാനായിരിക്കണം. അപ്പോൾ ധനവാനായ നമ്മുടെ കർത്താവ് നമ്മുടെ ചാർച്ചക്കാരനായി വന്നു. അതുകൊണ്ടല്ലേ നമ്മൾ എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആവുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആവുകൊണ്ട്, അപ്പം നാം എല്ലാവരും ജഡരക്തങ്ങളോട് കൂടിയവർ ആവുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവും ജഡധാരിയായിട്ട് അല്ലെങ്കിൽ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. അപ്പോൾ കർത്താവ് എന്തിനു വേണ്ടി വന്നു? തന്റെ ശുശ്രൂഷ കാലയളവിൽ കർത്താവ് പറഞ്ഞ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മള് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 45-ാം വാക്യത്തിൽ കർത്താവിന് പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രേ വന്നത്. കണ്ടോ? അപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാൻ വന്നു. അപ്പോൾ ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്കൊരു വീണ്ടെടുപ്പുകാരനായി നമ്മളെ കർത്താവ് സ്വന്തമാക്കുവാൻ, ഈ ലോകത്തിൽ നമ്മുടെ ചാർച്ചക്കാരനായി നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ 3-ാം അധ്യായത്തിന്റെ അവസാനം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ആദാമ്യ കുലത്തിൽ അവിടുന്ന് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ ജാതനായി. അപ്പോൾ ആ 3-ാം അധ്യായം അത് അവസാനിക്കുമ്പോൾ പറയുന്ന ഒരു വാക്യം മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പെടുത്താം. അവിടെ വായിക്കുന്നത് അതിന്റെ 38-ാമത്തെ വാക്യം, സേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ.
അപ്പം ആദാം ദൈവത്തിന്റെ മകനാണ്. അപ്പൊ ആദാമ്യ കുലത്തിൽ കർത്താവായ യേശുക്രിസ്തുവും ഈ ലോകത്തിൽ വന്നു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, താൻ ജഡമെടുത്ത് ആ യേശുക്രിസ്തുവിന്റെ വംശാവലിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കണം. പിന്നെ യേശു അതിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. യോസഫ് ഏരിയുടെ മകൻ. അപ്പോൾ ജനം വിചാരിച്ചു. എന്നാൽ യേശു ആരുടെ മകനാ? യേശു ദൈവത്തിന്റെ പുത്രനാ. യോസഫിന്റെ മകനാണോ? ജോസഫും മറിയയും കൂടെ ഒരുമിച്ച് കൂടിയതിന്റെ ഫലമല്ല യേശു. അപ്പോൾ നമുക്കറിയാം, ആ കുലത്തിൽ അല്ലെങ്കിൽ യഹൂദ കുലത്തിൽ വന്ന് പിറക്കുമെന്നുള്ള പ്രവചനം നിവർത്തിക്കപ്പെടുവാൻ വേണ്ടി അത് ആ പേര് അവിടെ ചേർത്തിരിക്കുന്നു മാത്രം. അപ്പോൾ നമുക്ക് അത് ആ കാര്യത്തിൽ ജനിപ്പിച്ചു എന്നുള്ള ആ ഒരു ഓർഡർ വരുമ്പോൾ, ആ ഓർഡറിൽ നമുക്ക് അറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 16-ാം വാക്യത്തിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്നും ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. അവിടെ ജനിപ്പിച്ചു എന്നില്ല, യേശു ജനിച്ചു എന്ന. അപ്പോൾ ആ ദൈവത്തിന്റെ പ്രവചന നിവൃത്തിക്കായിട്ട് യൂദ ഗോത്രത്തിൽ അവിടെ നിന്ന് വന്ന് പിറക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് നമ്മുടെ അടുത്ത ചാർച്ചക്കാരനായി വന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തന്റെ രക്തം ചൊരിഞ്ഞു. ഇന്ന് നമ്മൾ ദൈവസഭയിൽ, കർത്താവിന്റെ സഭയിൽ ആയിരിക്കുമ്പോൾ ഓരോ വ്യക്തികളും വളരെ ആഴമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എങ്ങനെ വീണ്ടെടുത്തു? ആരാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ? കർത്താവായ യേശുക്രിസ്തു. എങ്ങനെ? തന്റെ രക്തം കൊണ്ട്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ അപ്പോൾ അതാണ് വിഷയം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ, സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭ. അപ്പോൾ ഈ രക്തം വിലയായി കൊടുത്താണ് നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയത്. അത് എത്ര വലിയൊരു കാര്യമാണ്. അപ്പം നമ്മുടെ വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ കഴിയാത്ത സ്ഥലത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിപാവനവും പരിശുദ്ധവുമായ രക്തം ചൊരിഞ്ഞാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ വിശുദ്ധനും ഈ ഒരു യാഥാർത്ഥ്യം വളരെ ആഴത്തിൽ ഗ്രഹിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇന്ന് രക്ഷിക്കപ്പെട്ട പലർക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ബോധ്യമില്ലാത്തതുകൊണ്ട് തന്നെ അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നില്ല. നമ്മൾ വീണ്ടെടുപ്പിനെ കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുമ്പോൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യം, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. ആര് വിലയ്ക്ക് വാങ്ങി? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ വിലയേറിയ രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടു. അതേ 1 കൊരിന്ത്യർ 7:23 നമുക്ക് വായിക്കാൻ കഴിയുന്നത് 7:23, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. അപ്പോൾ നമ്മൾ ദൈവത്തിന് ദാസന്മാരായി ദൈവത്തിന് ജീവിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന പറയുന്നത്? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യം, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. കണ്ടോ? അപ്പോൾ നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അതുകൊണ്ടാണ് നമ്മൾ വിലയേറിയവരാണെന്ന് പറയാൻ കാരണം.
ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് നമ്മൾ 116 സങ്കീർത്തനം 15 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിന് വിലയേറിയവരാണ്. കാരണം വളരെ വലിയ വില കൊടുത്താണ് ദൈവം നമ്മളെ സ്വന്തമാക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം പിന്നെ ഈ വീണ്ടെടുപ്പ് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പായിട്ടാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. എബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം, അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യം ഞാൻ വായിക്കാം. ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. അപ്പോൾ കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ വീണ്ടെടുപ്പ് എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ എത്രമാത്രം ധൈര്യമായിട്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും, എത്രയോ ഉറപ്പുള്ള പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. വളരെ ഒരു രീതിയിലും സംശയത്തിന് യാതൊരു കാരണവുമില്ലാത്ത നിലയിൽ നമുക്ക് ഈ വീണ്ടെടുപ്പിൽ പ്രത്യാശ വയ്ക്കാൻ കഴിയും. നമ്മൾ എഫേസ്യർ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ അവനിൽ നമ്മൾ നോക്കുക, കർത്താവായ യേശുക്രിസ്തുവിൽ അവിടുത്തെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതേ കാര്യം നമ്മൾ കൊളോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോഴും അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ ദൈവമക്കളെ, ഇവിടെയെല്ലാം നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു വലിയ കാര്യം, ഈ വീണ്ടെടുപ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചപ്പോൾ നമ്മൾ ആ വീണ്ടെടുപ്പിനെ അതിനെ തുച്ഛീകരിക്കാൻ പാടില്ല, നിസ്സാരമായി കാണാൻ പാടില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ വീണ്ടെടുപ്പ് പ്രാപിച്ച അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മൾ, സ്വതന്ത്രരാക്കപ്പെട്ട നമ്മൾ അതിൽ നിൽക്കണം എന്ന് പറയാൻ കാരണം. ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ മുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവമക്കളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയൊരു ആയുസ്, അതിന്ന് നാം കർത്താവിൽ തന്നെ കാണപ്പെടണം, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഓരോ ദിവസവും ഓരോ നിമിഷവും ഇന്ന് ഞാൻ കർത്താവിൽ തന്നെ ആകുന്നോ, നമ്മൾ വിശ്വാസത്തിൽ തന്നെ ആയിരിക്കുന്നോ, അല്ലേ? അത് 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? നല്ലൊരു അറിവാണ്. ഈ അറിവ് എല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ടായിരിക്കണം. നമ്മളെ തന്നെ നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല, ഈ ചെറിയൊരു ആയുസ് നമ്മൾ കർത്താവിന് പ്രയോജനമുള്ളവരായി നാം ജീവിക്കണം. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് പറയുന്ന ആ ഭാഗത്ത് 1 കൊരിന്ത്യർ 6-ന്റെ 20-ാം വാക്യം വായിക്കുന്നത്, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നാം ദൈവത്തിനുള്ളവരാകയാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് മഹത്വം കരയറ്റുന്നവരായിരിക്കണം. ഓരോ സ്ത്രീയ തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിനോടുള്ള നന്ദി സൂചകമായി പറയുന്ന ഒരു കാര്യം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയും. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമാണ്. നമുക്കിന്ന് അങ്ങനെ ഒരു ആത്മാർത്ഥത ദൈവത്തോടുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു, നമുക്ക് വേണ്ടി എത്രമാത്രം വലിയ വില കൊടുത്തു, അത് നമ്മൾ അറിയണ്ടേ? ഞാനൊരു ചെറിയ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ബില്ലിഗ്രഹം പറഞ്ഞ ഒരു ചെറിയൊരു കഥയോടെ പറഞ്ഞ് അങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ വീണ്ടെടുപ്പിന് പറ്റിയ ഒരു നല്ല കഥ താൻ പറയുകയുണ്ടായി. അത് ഇങ്ങനെയാ, ഒരു കുട്ടി താൻ ഉണ്ടാക്കിയ ഒരു ചെറിയ ബോട്ട്
അത് മഴക്കാലത്ത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ താനൊരു അരുവിയുടെ അടുക്കൽ ചെന്ന് ഈ ബോട്ട് കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന് ആ ബോട്ട് ഒരു ഒഴുക്കിൽപ്പെട്ട് അങ്ങ് കാണാതായി. അത് കാണാതായ ആ കുഞ്ഞിന് വലിയ വിഷമമായി. അവനുണ്ടാക്കിയ ബോട്ടാ. അത് നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ ദുഃഖത്തിന് ഒരളവില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് അവിടെ ഒരു വലിയ മേള നടക്കുന്ന സമയത്ത്, ഒരു ഉത്സവം, ഒരു പെരുന്നാൾ, ആ സമയത്ത് അവൻ ഇതിലൂടെ അവിടെ ഇങ്ങനെ ഓരോ കടകളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ കുറച്ച് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ഷോക്കേസിൽ ഇവനുണ്ടാക്കിയ അതേപോലൊരു വള്ളം അവിടെ ഇരിക്കുന്നത് കണ്ടു. അവൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് അവനുണ്ടാക്കിയ വള്ളമാണ്. ഉടനെ തന്നെ അവൻ ആ കടക്കാരനോട് പറഞ്ഞു, സാറേ, ആ ബോട്ട് ഞാനുണ്ടാക്കിയ ബോട്ടാ, എൻ്റെ ബോട്ടാ, അതെനിക്ക് വേണം. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, കുഞ്ഞേ, ഇത് നിന്റെ ബോട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഇത് ഞാനിവിടെ സെയിലിന് വേണ്ടി വെച്ചിരിക്കുക, അതുകൊണ്ട് നീ പണം തന്നാൽ നിനക്കിത് തരാം. ഇത് നിനക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റിയല്ല, കാരണം ഇതൊരു മുക്കുവൻ എനിക്ക് കൊണ്ട് വിറ്റതാണ്, അതുകൊണ്ട് ഞാൻ അത് നിനക്ക് അങ്ങനെ തരികയില്ല, നിനക്ക് തരണമെങ്കിൽ നീ അതിന് വില തരണം എന്ന് പറഞ്ഞു. ഉടനെ അവൻ ചോദിച്ചു, അതിനെന്താ വില? ഉടനെ പറഞ്ഞു, $5. അയ്യോ, $5? അവൻ ആപ്പടെ വിഷമത്തിലായി. ഏതായാലും അവൻ പോയി ഈ $5 ഉണ്ടാക്കി താൻ കൊണ്ടുവന്ന് ആ കടക്കാരന് കൊടുത്തിട്ട് ആ ബോട്ട് തൻ്റെ കയ്യിൽ മേടിച്ചു. എന്നിട്ട് ആ ബോട്ടിനോട് ആ കുഞ്ഞ് പറയുന്ന ആ കാര്യം വളരെ വിലപ്പെട്ട കാര്യമാണ്. അത് പറയുകയാണ്, ബോട്ടെ, ഒരിക്കൽ ഞാൻ നിന്നെ ഉണ്ടാക്കി, നീ എൻ്റേതായിരുന്നു, എന്നാൽ നീ എൻ്റെ കയ്യിൽ നിന്നും എനിക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഇനി നിന്നെ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. നോക്കുക, എത്ര വിലപ്പെട്ട നല്ലൊരു ദൃഷ്ടാന്തമാണ്. അതേ പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഉണ്ടാക്കി, എന്നാൽ പാപം മുഖാന്തരം നാം ദൈവത്തിന് അന്യപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പാപത്താൽ നഷ്ടപ്പെട്ട അകന്നുപോയ നമ്മളെ വീണ്ടെടുക്കുവാൻ കർത്താവ് വില കൊടുത്തു, നമ്മളെ വാങ്ങി. ഇന്ന് തൻ്റെ കരങ്ങളിലാക്കിക്കൊണ്ട് കർത്താവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്, മകനെ, മകളെ, ഇനി നീ എൻ്റെ കരങ്ങളിലാണ്. നീ ഒരിക്കൽ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, എന്നാൽ നീ എനിക്ക് നഷ്ടമായി. ഇന്നിതാ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇനി ഒരു നാളും എൻ്റെ കരയിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. എത്ര ഭദ്രതയുള്ള ജീവിതമാണ്. അത് എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥമായി വീണ്ടെടുത്തിരിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, നമ്മൾ ഭദ്രമാണ്. ഒരിക്കലും ഇനി നഷ്ടമാകാൻ നമ്മുടെ കർത്താവ്, നമ്മുടെ നാഥൻ സമ്മതിക്കുകയില്ല. നമുക്ക് അസാധ്യമായത് കർത്താവ് നമുക്ക് സാധ്യമാക്കി തന്നു. ആ കർത്താവിനെ നാം എത്ര കണ്ട് സ്തുതിച്ചാലും മതി വരത്തില്ല. അതുകൊണ്ട് ഇന്നേ ദിവസം എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥമായി നിങ്ങളുടെ വീണ്ടെടുപ്പിനെ ഉറപ്പുവരുത്തുക. ഞാൻ യഥാർത്ഥമായും വീണ്ടെടുക്കപ്പെട്ടോ, ഞാൻ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടോ, ഞാൻ യഥാർത്ഥമായും വീണ്ടും ജനിച്ചോ, എനിക്ക് പാപക്ഷമ ലഭിച്ചോ, ഇനി ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണോ? അല്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. ഈ യാഥാർത്ഥ്യം വിശ്വസിച്ച് അംഗീകരിച്ച് ഈ വീണ്ടെടുപ്പിൻ്റെ ഈ വലിയ അനുഭവം നിങ്ങളുടെയും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ആക്കി തീർക്കട്ടെ എന്നുള്ള വലിയ ആശയോടെ, പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ചെറിയ സന്ദേശം അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ലഭിക്കട്ടെ. ആമേൻ.